ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾക്ക് അവധി തുടങ്ങി നിൽക്കുന്നു. ഇനി 10 ദിവസത്തേക്ക് കോളേജിൽ പോണ്ട. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. ഇന്ന് എല്ലാവർക്കും പരിപാടി, പക്ഷെ ഞങ്ങൾക്ക് ഇന്നലെ കഴിഞ്ഞു. പിന്നെ ആണെങ്കിൽ ഇന്നോട്ടല്ല, നേരത്തെ ഒത്തപ്പ് ഇട്ട് വ്ളോഗിനകത്തൊന്നും ഇട്ടില്ല. എന്ന് വെച്ചാൽ കോളേജ് പോകേണ്ട ഇറക്കൊണ്ട് അതും ഇതും ഒക്കെയാണ് ഞാൻ ഇത്രയും ദിവസം ഇട്ടിട്ടുണ്ട് എന്തായാലും. പിന്നെ ആണെങ്കിൽ രാവിലെ വിളക്കെത്തിക്കാം. അപ്പൊ വിളക്കെത്തിച്ചിട്ട് വേണം നമുക്ക് അത്തപ്പൂ ഇടാനെന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെ വിളക്കെത്തിച്ചാലോ? കമോൺ ഗൈസ്. ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. ഇനി നമുക്ക് അപ്പുറത്ത് പോയി പൂക്കൾ പറിക്കാം. അപ്പുറത്ത് ഞാൻ വെള്ളപ്പൂവും തെറ്റിപ്പൂവും പറിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ കൂടെ പോവാ. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് അപ്പുറത്ത്. നമുക്ക് മുല്ലച്ചനും ഞങ്ങളുടെ വല്യമ്മയും വെള്ളച്ചനും വന്നു ഗായ്സ്. ഞങ്ങളുടെ പാത്തുട്ടനും മഞ്ചേച്ചി ഉണ്ണിച്ചാണൊന്നും ഈ പ്രാവശ്യം വരുത്തില്ല എന്നാണ് പറഞ്ഞത് ഓണത്തിന്. അതുകൊണ്ടൊരു വിഷമം. ഐ മീൻ പാത്തുട്ടനെ കാണാത്തോണ്ട്. മഞ്ചേച്ചിയെ കാണാത്തോണ്ടൊന്നും വിഷമമില്ല കേട്ടോ. പാത്തുവാമണിയെ കാണണ്ട. എവിടെ പോടി? അനിയന്റെ വഴിയാണ് ഗൈസ് ഇത്. ഇവിടെ പാല ഇടും ഞങ്ങള്. ഇന്നലെ അമ്മ പറഞ്ഞു ഇവിടുന്ന് പാല വിടാന്ന്. വെള്ളപ്പൂ പറിക്കാം. ഇതാണ് നിങ്ങളെ വലിയ അച്ഛാ. ഇങ്ങോട്ടൊന്ന് നോക്കി ചിരിച്ചേ. ഇനി വരാൻ പറ. ഇനി വാ അച്ഛാ. അച്ഛൻ ഇന്നലെ ഇതിന്റെ അകത്ത് ചില്ലകളെല്ലാം അച്ഛനോട് അച്ഛൻ പറയാൻ വയ്യായിരുന്നോ? കണ്ടോ നോക്കി എത്തണ്ടായോ? നമുക്കൊക്കെ ഭയങ്കര നീളമായോണ്ട് എന്തോ കടിച്ചെന്നെ. അല്ല വേറൊരു പ്രാണി. ഇത്രയും പൂ പിച്ചാൻ പറ്റുന്നുള്ളു. അത് ബാക്കിയല്ല നീളോ. ഇത്രയും കൊണ്ട് അത്തപ്പൂടും. അച്ഛൻ കസേര കച്ചോടോ? അങ്ങോട്ട് തരുമോ? എത്ര രൂപയാ ഒരു കസേരക്ക്? 300 രൂപ. അത് നഷ്ടവാ. അച്ഛന് നഷ്ട, ഞങ്ങക്ക് ലാഭമാ. ഡബിൾ വിളിക്ക് പറിക്കാം. എന്താ എന്തുവാ വരുന്നില്ല വായില്. കാ പിടിക്കാൻ തുടങ്ങി ഗൈസ്. നമുക്ക് ഇവിടുന്ന് 2 പൂവ കിട്ടിയുള്ളൂ. അത് ഭയങ്കര ഹൈറ്റിലായതുകൊണ്ട് എനിക്ക് പറിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അപ്പുറത്ത് പോയി കുറെ കുളുകുളു പൂക്കൾ. നമുക്ക് ഇന്ന് അവധി ആയതിനു ശേഷം നമ്മൾ പറമ്പിൽ നിന്നും കാട്ടിൽ നിന്നും ഒക്കെ പൂ പറിച്ചിട്ടാണ്. വ്യത്യാസം രാവിലെ എണ്ണില്ലെങ്കിൽ അവധി ആയതുകൊണ്ടല്ലേ. ഇല്ലെങ്കിൽ എണ്ണീറ്റ് വരുമ്പോ ഒരു സമയം. നമ്മൾ കാട്ടിൽ നിന്നാണ് പൂ പറിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പൂ അധികം നമ്മുടെ വീട്ടിൽ ഇല്ലാത്തതിനാൽ നമ്മൾ കാട്ടിൽ നിന്നും ഇന്ന് പൂ വാങ്ങിച്ചില്ല. ഇന്നലെ അമ്മ പറഞ്ഞ് വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഇന്ന് കാട്ടിൽ നിന്നാണ് പറിക്കുന്നത്. മഞ്ഞപ്പൂ വെയില് ആയതിനാൽ നമ്മൾ കുറച്ച് പൂവേ പറിക്കുന്നുള്ളൂ. ഞാൻ കറക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മാത്രം അത്തപ്പൂ ഇടുന്നത് 10 മണിക്കും 12 മണിക്കുമാണ്. ഇന്ന് മാത്രമാണ് ഗൈസ് ഞാൻ 8 മണി കഴിഞ്ഞ് അത്തപ്പൂ ഇടുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഇന്ന് വിളിച്ചിട്ട് പോലും ഞാൻ എണ്ണീട്ടില്ല. ഇന്ന് ഞാൻ ഭയങ്കര പൂര ഉറക്കമായിരുന്നു. ഇന്നലത്തെ പരിപാടിയുടെ ക്ഷീണത്തിനാൽ ഞാൻ പൂര ഉറക്കതിനാൽ ഞാൻ രാവിലെ വിളിച്ചിട്ട് പോലും എണ്ണീച്ചില്ല. മുള്ളച്ചൻ വന്നില്ല ഇതുവരെ. മുള്ളച്ചനെ വിളിച്ച് വ്ളോഗ് എടുക്കാം. മുള്ളച്ചൻ ഇതുവരെ പല്ലി വെച്ചില്ല. 1 മണിക്കൂർ അച്ഛന് പല്ലി വെക്കാനാന്ന് തോന്നുന്നു. 1/2 മണിക്കൂർ 1 മണിക്കൂർ അങ്ങാണ്ടാ പല്ലി വെക്കാൻ. കൊറേ പൂവൊന്നും പറിക്കണ്ട അല്ലയോ? വലിയ അത്തപ്പൊന്നും വേണ്ടല്ലയോ? രാവിലെ ഇല്ലയോ? ഇവരൊക്കെ വന്നു. ഓണമായിട്ട് എല്ലാരും നാട്ടിൽ വന്നു. പട്ടാളത്തിലുള്ള ആൾക്കാരെല്ലാരും. ഞങ്ങളുടെ വീട്ടിൽ പട്ടാളത്തിലുള്ള ചേട്ടൻ വന്നു. ഒരാൾ മാത്രമേ വന്നുള്ളൂ. മറ്റേ ആൾ അത് ചേച്ചിക്ക് ഇപ്പൊ ബേബി ഉണ്ടായതുകൊണ്ട് ബേബീനെ കൊണ്ടുപോയി പട്ടാളത്തിൽ. അതുകൊണ്ട് ചേട്ടൻ ഈ പ്രാവശ്യം ഓണത്തിന് വരത്തില്ല. അപ്പൊ എങ്ങനെ നമുക്ക് ഇതും കൊണ്ട് അത്തപ്പൂടാം. ഇത്ര മതി വാ. എന്നിട്ട് പോയി അത്തപ്പൂടാം. നമുക്ക് പെട്ടെന്ന് പോകാം. പെട്ടെന്ന് പൂവും പറിച്ചു കഴിഞ്ഞാണോ അച്ഛാ പല്ല് വെച്ച് കഴിയുന്നത്? എത്ര നേരമായി? അതാണ് ഞങ്ങളുടെ മുരളി. ഇവിടെ വരുമ്പോ കൊതുകടി കൊള്ളു. അതെ നോക്കും. കൊതുവിനെ നോക്കാന്ന് പറഞ്ഞിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? കൊതു കുത്തുതേണ്ട ഒന്ന് ഇവിടെ കണ്ടോ? പിന്നെ വേണ്ട 3 ഇവിടെ കണ്ട് കുത്തി. രാവിലെ കാട്ടിലൊക്കെ പോയാലോ കൊതു കുത്തിച്ചാ? കാട്ടിലല്ല ഞാൻ പോയത്. ചുമ്മാ ഇങ്ങനെ വട്ടം കറങ്ങി നടന്നാല് കണ്ടില്ലായിരുന്നു. ഇങ്ങനെ ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്ക് അതിനെ ഫുൾ കൈ ഇടുമ്പോ ഞാൻ രക്ഷപ്പെടും. ഇന്ന് രാവിലെ ഇത് തേക്കാൻ നേരത്തെ കഴുകാൻ നേരത്തെ വേണ്ടാലോ, ഫുൾ കൈ വേണ്ടാലോ.
എന്ന് വിചാരിച്ചാ ഞാൻ ഫുൾ കൈ ഇടാഞ്ഞത്, അതിന്റെ കുത്തായത്. അതുണ്ടെങ്കിൽ കുഴപ്പമില്ല. പാൻറ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ഇവിടെ മാത്രമേ കുത്തത്തുള്ളൂ. ഇതാണ് ഞങ്ങളുടെ അച്ഛന്റെ ചേട്ടൻ. ദിസ് ഈസ് അച്ഛന്റെ ചേട്ടൻ. അതുപോലും അറിയത്തില്ല എന്റെ മനുഷ്യൻ. അച്ഛനെ ആലോചിക്കുവാ ഇവിടുന്ന്. ചേട്ടനാണ് അച്ഛൻ വിളിക്കുന്നുണ്ട്. ഞാൻ അച്ഛനെ അച്ഛാന്നാ വിളിക്കുന്നത്, എന്റെ അച്ഛനെ അച്ഛാന്നാ വിളിക്കുന്നത്, ഇവിടുത്തെ അമ്മേനെ അമ്മാന്നാ വിളിക്കുന്നത്. മുല്ലച്ഛന് അമ്മയെന്നല്ല വിളിക്കുന്നത്, സുധാമ്മയെന്നാ വിളിക്കുന്നത്. പിന്നെ കണ്ടോ വൃത്തിയാക്കി. ഇനിയുണ്ട് കുറച്ചുകൂടെ, ഇന്നൂടെ വൃത്തിയാക്കാം, അടിച്ച് ക്ലീൻ ആക്കാം. ഓക്കെ ടാറ്റ. ഓക്കെ അത്തപ്പൂട്ടിട്ട് വരാം. അത്തപ്പൂട്. ഞാനിവിടെ എല്ലാം റോഡൊക്കെ വൃത്തിയാക്കണ്ടേ. താനെന്തോ ഇങ്ങനെ നടക്കുന്നത് റോഡുണ്ട്. നിങ്ങളുടെ റോഡൊക്കെ കണ്ടോ? പിന്നെ വേറെ കാര്യമുണ്ട്. ഞാൻ തണ്ട അവിടെ ഒരു ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടല്ലേ, എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇയാടെ വണ്ടിയൊക്കെ പോകുന്ന എനിക്ക് കളക്കാത്തടല്ലോ. എൻ്റെ വണ്ടിക്ക് പോകുന്നത് നല്ല കണ്ടോ അടിപൊളി. ഇവിടെ ഒരു വാർത്ത കാണാൻ ഞാനായത് വീതി കൂട്ടി. അതുകൊണ്ട് ഇപ്പം പൊതുവെ നല്ല വീതിയൊക്കെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ കുറച്ച് സിമെന്റ് ഇടാമെങ്കിൽ ഇല്ലേ ഇടൂ. ഇവിടെ കുറച്ച് സിമെന്റ് ഇടാമെങ്കിൽ നമുക്ക് ഇവിടെ അല്ലേ ഇവിടെ ഇച്ചിരി ഇടും ടേൺ ചെയ്ത് വരാനായിട്ട്. ഇവിടെ ഇച്ചിരി കൂടുതൽ നമുക്ക് വേണമെങ്കിൽ വാർത്തിടാം ഇല്ലേ. വണ്ടി അത് വേണമെങ്കിൽ നമുക്ക് സ്വന്തം ചെലവ് ചെയ്യാം. റോഡ് ചെയ്യട്ടെ. റോഡ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞ് ഇച്ചിരി വീതി കൂട്ടിയേനായിരുന്നു. മിക്ക ട്രൈ ചെയ്യാം. ഓക്കെ ഞങ്ങൾ പോയി വരുന്നു അങ്ങോട്ട് അത്തപ്പൂടെ. വരാം. വാ ഇടാ തുടങ്ങാം. വരാം. ഞാൻ പുളിയില വെച്ചു പച്ച കളറിന് വേണ്ടി. ഇന്നലെ എന്നോട് അമ്മ അവാർഡ് പടത്തിനകത്ത് കൊണ്ട് ഞാൻ പുളിയില പിച്ചുകയാണ്. അതെ എനിക്ക് രാവിലെ തുമ്മല, അതുകൊണ്ട് ഭയങ്കര ഇത്. അതല്ല ഇതാണെങ്കിൽ ഇന്നലെ തൊട്ടപ്പോ പച്ച കളർ ഇടുന്നില്ലേന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കുറെ പൂവാ പറിക്കുന്നത്, പച്ച ഇലകളൊന്നും വരുന്നില്ല എന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി എന്നാ അങ്ങ് പച്ച അങ്ങ് വിപുലീകരിച്ചിടാന്ന്. ഞങ്ങളുടെ വീട്ടിൽ പുളി ഇലയുണ്ട്. പച്ചയിലേക്ക് ഇഷ്ടം പോലെ അങ്ങോട്ട് കിട്ടി. അതെ, പൂ മാത്രമേ ഉള്ളൂ ഇതിന്റെ അകത്ത്. ഇപ്രാവശ്യം കുറവ്. നമ്മളെ ഈ പ്രാവശ്യം പൂവൊക്കെ എടുത്ത് കളഞ്ഞു. ഇതൊക്കെ പറിക്കാൻ പറ്റണേ. ഇന്നലത്തെ ഓണപരിപാടിയെ പറ്റി നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഓണപരിപാടി കംപ്ലാസ്റ്റിക്. പക്ഷെ നീ പറഞ്ഞ കൊള്ളത്തില്ലെന്നല്ലേ പറഞ്ഞേ? കൊള്ളത്തില്ലെന്നൊന്നും അല്ല പറഞ്ഞത്. കൊള്ളത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അടിപൊളി പരിപാടി. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലും അടിപൊളി പരിപാടിയായിരുന്നു, ഞങ്ങളെ പരിപാടിയായിരുന്നു. അതുകൊണ്ട് അടിപൊളിയാക്കി ഞങ്ങള്. പിന്നെന്തുവാ, കുറച്ച് 2-3 മുടപ്പിള്ളേരുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും ആയില്ല, അത്രേ ഉള്ളു. വേറെ ഇല്ല കുഴപ്പമൊന്നും. മുളയില് പിന്നെ ഇവിടെ വന്നോ? പിന്നെ വന്നോ? രാവിലെ എന്താ അവിടെ കഴിക്കാൻ? അവിടെ എന്താ രാവിലെ കഴിക്കാൻ? നമുക്ക് അത്തപ്പൂഴാം ഗായ്സ്. ഇത് ഞാൻ സ്പീഡിൽ കാണിച്ചു തരട്ടെ. ഇയാളൊരു സ്പീഡുണ്ട്, കാണിച്ചു തരാം. അതാ എളുപ്പം. ഇതൊക്കെ ചിലപ്പോ ഞാൻ ഇങ്ങനൊക്കെ ഇട്ട് കഴിയുമ്പോ ലാസ്റ്റ് വേറെ സ്റ്റൈലിലൊക്കെ ആക്കും കേട്ടോ. ഞാൻ ഇതൊക്കെ എടുത്ത് മാറ്റും കൊള്ളത്തില്ലെങ്കിൽ. അതാണ് എന്റെ ഒരു. അപ്പൊ അമ്മ പറയും ഇട്ടത് മാറ്റരുത്. അല്ല ആണോ? എനിക്കറിയത്തില്ല. അത്തപ്പൊക്കെ ഇട്ടോ? അതോ ഓണക്കോടിയൊക്കെ എടുത്തു? ഓണക്കോടി ഒന്നും എടുത്തില്ല. ഓണക്കോടി എടുക്കാൻ പോയില്ല. ഈ പോണം സമയം അങ്ങ് അച്ഛാകുമ്പോഴാണ് ഞങ്ങളുടെ ഇവിടെ എല്ലാവരും ഓണക്കോടി എടുക്കാൻ പോവാറ്. അല്ലെങ്കിൽ പോവാറില്ല, നമ്മള് സ്വന്തം ഇഷ്ടത്തിന്. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത് പോയി എടുക്കുക, അഞ്ചാൻ ഇഷ്ടമുള്ളത് പോയി എടുക്കുക. പണ്ടങ്ങനെ മുല്ലച്ചന് ഫാമിലി എല്ലാരും ആയിട്ടോ ഒരു അങ്ങോട്ട് ബസ്സിൽ പോകും, തിരിച്ചു പോയി ഓട്ടോയിലൊക്കെയാ വരുന്നത്. അതൊന്നും കാറൊന്നും ഇല്ലല്ലോ, ബൈക്കുണ്ട്. ബൈക്കിന് ഇത്രയും പേർക്ക് പോകാൻ പറ്റത്തില്ല. അച്ഛനും അങ്ങനെ കാണത്തില്ല, അതുകൊണ്ട് അതൊക്കെ രസമായിരുന്നു. പക്ഷെ എല്ലാരും കൂടെ പോയി തുണിയൊക്കെ എടുത്ത് വൈബായിരുന്നു. തിരിച്ചു വരുന്നത് രസമായിരുന്നു. നമ്മള് ഉച്ചയാകുമ്പോ പോകും അല്ലേ? ഉച്ചയാകുമ്പോ പോയിട്ട് വരുന്നില്ല. ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞായിരിക്കും ഇവിടെ പോകുന്നത്. ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞ് പോയിട്ട് പിന്നെ രാത്രി കട അടയ്ക്കാൻ നേരമായിരിക്കും വരുന്നത്. കാരണം എല്ലാവർക്കും തുണി എടുക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവർക്കും തുണി എടുക്കും. വല്യച്ഛന് നമ്മുടെ എല്ലാവർക്കും, വല്യച്ഛനും കുടുംബത്തുള്ളവർക്ക് അവിടെ ഇവിടെ പിള്ളേർക്കും എല്ലാം നമ്മള് തുണി എടുക്കും. അതൊക്കെ രസമായിരുന്നു അല്ലേ? ഇപ്പൊ അത് മാറി നമുക്ക് മാത്രം എടുക്കും. അത് നമ്മള് രണ്ടായിട്ടായിരിക്കും പോകുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ആടെ ഞാൻ പോവും, എനിക്ക് ഇഷ്ടമുള്ള ആടെ നീ പോവും, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആടെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആടെ നമ്മളെല്ലാരും കൂടെ അവനെ പോകുന്നത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഞങ്ങൾ എടുത്തോണ്ട് കൊടുക്കും, അമ്മ വരുത്തൂല്ല, ചിലപ്പോ വരുത്തൂല്ല. അതാണ് ഞാൻ അത്തപ്പിട്ട് കാണിച്ചു തരാം.
പക്ഷെ അത് സ്പീഡിലായിരിക്കും. അയ്യോ പാട്ട് എനിക്ക് പാടില്ല, അത് സ്പീഡിൽ ഞാൻ കാണിച്ചു തരാവേ. എനിക്കത് ഇങ്ങനെയുണ്ട് ഗായ്സ്. കുഞ്ഞത്തപ്പൂവ, ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞത്തപ്പൂവാന്ന്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇനി അപ്പുറത്ത് കുറച്ച് പണിയുണ്ട് വീടിനാവും, പിന്നെ എനിക്ക് പുറത്തു പോകണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഗായ്സ്, ടാറ്റ, സീ യു, ബൈ 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 ബൈ.